ചാനൽ വാർത്തകളിലൊക്കെ കണ്ട ചാലക്കുടിയിലെ ഷീല സണ്ണി എന്നൊരു ചേച്ചിയുടെ വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളും പിന്നെ കുറച്ച് വർഷം മുമ്പ് എനിക്കുണ്ടായ ഒരു വിഷമാനുഭവമാണ് ഞാനിന്ന് കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നത്. ഒരു കുറ്റവും ഒരു തെറ്റും ചെയ്യാതെ നമ്മളോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമോ ജയിലിൽ കിടക്കേണ്ടി വന്നാലോ എന്തായിരിക്കും നമ്മുടെയൊക്കെ മാനസികാവസ്ഥ? ജയിലിൽ ഇപ്പോൾ ബിരിയാണിയൊക്കെ കിട്ടും, അടിപൊളിയല്ലേ അവിടെ? ഇപ്പോൾ പണ്ടത്തെ പോലെ ജയിലുണ്ട്, ഗോതമ്പുണ്ട് എന്നും കഴിക്കണ്ടല്ലോ എന്നൊക്കെയായിരിക്കും നമ്മളിങ്ങനെ പറയുന്നേ അല്ലേ? പക്ഷെ അതൊന്നും അല്ല കേട്ടോ യാഥാർത്ഥ്യം. ജയിലിൽ കിടന്നിട്ടുള്ള ഒരാൾ തൻ്റെ അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു വർഷത്തിനൊക്കെ മുമ്പായിട്ട്. അത് കേട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ വളരെ മോശം ജീവിതമാണ് ജയിൽ ജീവിതമെന്ന് മനസ്സിലാകുന്നത്. നമ്മൾ ഒരിക്കലും അത്തരം സാഹചര്യത്തിൽ എത്തിപ്പെടല്ലേ എന്ന് ചിന്തിച്ചു പോകും. അപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ മാസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നാലോ? കുറ്റവാളിയെന്ന് മുദ്രകുത്തി പത്രങ്ങളിലും ചാനലുകളിലും ഫോട്ടോയും പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോസും മയക്കുമരുന്ന് കേസിൽ പ്രതി അറസ്റ്റിൽ എന്ന രീതിയിൽ വാർത്തകളും വന്നാലോ? എന്തായിരിക്കും അല്ലേ അവസ്ഥ? ചാലക്കുടിയിലെ ഷീല സണ്ണി എന്ന ഒരു പാപം ചേച്ചി ചെയ്യാത്ത കാര്യത്തിന് 72 ദിവസം ജയിലിൽ കിടന്ന വാർത്തകളുടെ വീഡിയോസ് നമ്മൾ കുറച്ച് ദിവസമായി കാണുന്നുണ്ട്. ഒറ്റ റൂമിൽ ചെറിയ രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു പാർലർ, അന്നന്ന് ജീവിച്ചു പോകാൻ മാത്രം കഴിയുന്ന തരത്തിലുള്ള ചെറിയൊരു പാർലർ. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഒരു ദിവസം അന്നൊരു ചെറിയ വർക്ക് കിട്ടി അവർക്ക്. അത് കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയം എക്സൈസ് ഓഫീസർമാർ പാർലറിൽ കയറി വരുന്നു. അവരുടെ ബാഗിൽ നിന്നും 2 വീലറിൽ നിന്നും മയക്കുമരുന്ന് സ്റ്റാമ്പ് രൂപത്തിലാക്കിയ 12 എണ്ണം എടുക്കുന്നു. ഈ ചേച്ചിയെ അറസ്റ്റ് ചെയ്യുന്നു. നാട്ടുകാർ മുഴുവൻ അവിടെ കൂടുന്നു. കൊടും കുറ്റവാളിയെപ്പോലെ അവരുടെ മുന്നിലൂടെ കൊണ്ടുപോകുന്നു. മാധ്യമങ്ങളെല്ലാം അവരുടെ ഫോട്ടോ വീഡിയോസ് ഒക്കെ ഇട്ട് വാർത്തയാക്കുന്നു. മാനഹാനി, മാനസിക സംഘർഷം, അപമാനം, ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന ഒരു മാനസികാവസ്ഥ, മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ, ആരോപണങ്ങൾ വരുമ്പോൾ തകർന്നു പോകും അല്ലേ കൂട്ടുകാരെ? നമ്മളെല്ലാവരും അങ്ങനെയാണ്. ചെയ്യാത്ത കുറ്റത്തിന് കൊടും കുറ്റവാളിയെ പോലെ 72 ദിവസം കൊടും കുറ്റവാളികളുടെ കൂടെ രാത്രിയും പകലും പേടിച്ച് കഴിയുക. കുറ്റവാളികളുടെ മാനസിക നില പ്രത്യേകിച്ച് ജയിലിലായിരിക്കുമ്പോൾ വളരെ കുഴപ്പത്തിലായിരിക്കും അല്ലേ? അപ്പോൾ അവരുടെ മുമ്പിൽ ഒരു പാപ സ്ത്രീയെ കിട്ടുമ്പോൾ അവർ ഉപദ്രവിക്കും. ഇതൊക്കെ ജയിലിൽ സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ്. പോലീസുകാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയും ഇല്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അത് മയക്കുമരുന്നല്ല എന്ന് ലാബ് ടെസ്റ്റിൽ നിന്ന് റിസൾട്ട് വരുന്നു. FIR റദ്ദ് ചെയ്ത് ഇവരെ കുറ്റവിമുക്തയാക്കുന്നു. മയക്കുമരുന്നല്ല, വെറും കട്ടി പേപ്പറാത്രേ. ലാബ് റിസൾട്ട് വരാൻ മാസങ്ങളോ? എന്ത് അനാസ്ഥയാണിത്? അല്ലേലും മെല്ലെ പോക്ക് നയം ഇന്ത്യയിൽ മുഴുവനായി ഉള്ളതാണല്ലോ. സാങ്കേതിക വിദ്യകൾ ഇത്രമേൽ വളർന്നിട്ടും 1-2 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ 1-2 വർഷം കൊണ്ടേ ഇന്ത്യയിൽ നടപ്പാവുകയുള്ളൂ. 1-2 ദിവസം കൊണ്ട് നടപ്പാകും, പക്ഷേ അതിന് കാശും ആൾബലവും അധികാരവും വേണം. സാധാരണക്കാർക്ക് 1-2 വർഷം ഓഫീസുകൾ കയറിയിറങ്ങൽ. ശരിയായ ഫോൺ നമ്പറിൽ നിന്നല്ല, നെറ്റ് കോളിൽ നിന്ന് വന്നൊരു തെറ്റായ ഇൻഫർമേഷൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഓടിച്ചാടി പ്രതിയെ പിടിക്കുന്നു. 1 മാസമായി പ്രതി നിരീക്ഷണത്തിലായിരുന്നു എന്ന് മാധ്യമങ്ങളോട് എക്സൈസ് ഓഫീസർ കള്ളം പറയുന്നു. ശുദ്ധ നുണകൾ ചേർത്ത് FIR തയ്യാറാക്കുന്നു. ആരാണ് ഇൻഫർമേഷൻ തന്നത്, എന്താണ് വാസ്തവം എന്നൊന്നും അന്വേഷിക്കുന്നില്ല. ഈ ചേച്ചിയോട് വളരെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ നിരപരാധിത്വം അവരുടെ സംസാരങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകും. എന്നിട്ട് പോലും അവർ എന്താണ് ഇത് കറക്റ്റ് എന്നൊന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെയാണ് തുടർന്നുള്ള നടപടികൾ എടുത്തത്. പ്രതിയെന്ന് മുദ്രകുത്തിയ ആ പാവം ചേച്ചിയുടെ മകൻ്റെ ഭാര്യയും അനിയത്തിയുമാണ് ഇത് ചെയ്തതെന്ന് സംശയിക്കുന്നു. എന്നിട്ടും എക്സൈസുകാർ അവരെ ഇതുവരെ ചോദ്യം ചെയ്യുകയോ ഗൂഢാലോചനയും ചതിയും ചെയ്തവരെ പോലീസ് പിടിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ 1 വർഷമായിട്ടും നീതി ലഭിച്ചില്ല. ആ പാവം ചേച്ചി അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആ വെപ്രാളം പിന്നീട് അങ്ങോട്ട് കണ്ടേയില്ല. 72 ദിവസം അനുഭവിച്ച മാനസിക പീഡനം, ജയിൽ മോചിതയായതിനു ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, തൻ്റെ കൊച്ചു വരുമാനമായ പാർലർ ഇല്ലാതാവുക, ഇതിനെല്ലാം പകരം അവർക്ക് നീതി കിട്ടേണ്ടേ കൂട്ടുകാരെ? കിട്ടേണ്ടതല്ലേ? ഈ ചേച്ചിയുടെ ഈ വാർത്ത ഞാൻ അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് കുറച്ച് വർഷം പിന്നോട്ടാണ് ഓടിയത്. എൻ്റെ 2ാമത്തെ പ്രസവം കഴിഞ്ഞ് എനിക്ക് നടക്കാൻ പറ്റാതെയായി. മാസങ്ങൾക്ക് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നു.
ആൾക്കാരൊക്കെ നോക്കി വന്നു, സന്തോഷം. നമ്മുടെ സങ്കടങ്ങളിൽ അവർ നമ്മളെ നോക്കി വന്നല്ലോ. ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്ന 100, 200, 500 ഇങ്ങനെ എൻ്റെ കയ്യിൽ തന്നു. സന്തോഷം. കാരണം മരുന്നിനും ആഹാരത്തിനും ഒരുപാട് ബുദ്ധിമുട്ടിയ സമയമാണേ. പിന്നെ ഞാൻ ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയായപ്പോൾ വീൽ ചെയറിൽ സിറ്റ് ഔട്ടിൽ പോയി ഇരിക്കാൻ തുടങ്ങി. കാരണം പുറം ലോകം കാണാൻ വേണ്ടി പുറമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും നാൾ റൂമിനുള്ളിലായിരുന്നല്ലോ ഒരേ കിടക്കയായിട്ട്. അപ്പോൾ കുറച്ച് ചികിത്സയൊക്കെ ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയായപ്പോഴത്തേക്ക് ഒന്ന് സിറ്റ് ഔട്ടിലോട്ട് വീൽ ചെയറിൽ പോയിരുന്നു. അപ്പോൾ വീടിന് മുന്നിലൂടെ പോകുന്നവരിൽ ചിലരൊന്നും എന്നെ കണ്ട ഭാവം നടിക്കാതെ പോകും. ഞാൻ അങ്ങോട്ട് വിളിച്ച് മിണ്ടിയാലും വലിയ മൈൻഡൊന്നും ചെയ്യത്തില്ല. ഞാനൊരു വിഷമഘട്ടത്തിലൂടെ പോവുകയല്ലേ, എല്ലാവരും എന്നോട് ആ ഒരു അനുഭാവത്തോടെ സ്നേഹത്തോടെ അല്ലേ പെരുമാറേണ്ടത്, പിന്നെന്താ ഇങ്ങനെ എന്ന് ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ അറിയുന്നത്, അതായത് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അറിയുന്നത്, ഈ നാട്ടുകാർക്കിടയിൽ എന്നെക്കുറിച്ച് പാറിപ്പറന്നൊരു കിംവദന്തി നടക്കുന്നതേ. അതായത് ഞാൻ നടന്നിരുന്ന സമയത്ത് സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുമായിരുന്നു. അതുകൊണ്ടാണ് പ്രസവ സമയത്ത് നടക്കാൻ പറ്റാതായതെന്ന്. ഇതിങ്ങനെ മറ്റേ പാണൻ്റെ പാട്ട് പോലെ, പാണൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണല്ലേ, നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ പാടി നടന്നതാണ്. പക്ഷേ ഇത് 100% കള്ള നുണ ഇങ്ങനെ വായ്മൊഴിയായിട്ട് ഇങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ നുണക്കഥ പാറി പറക്കുന്നു. മയക്കുമരുന്ന് അടിമയായ ഒരാളിനോട് ആരെങ്കിലും മിണ്ടുമോ? ഇതെങ്ങനെ ഇങ്ങനെയൊരു ഇല്ലാക്കഥ പ്രചരിക്കാൻ കാരണം? ഇങ്ങനെ ഞാൻ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുമായിരുന്നു ഒരുപാട് കുറച്ച് നാളിങ്ങനെ ഭയങ്കര ഡിപ്രഷൻ പോലെയായി ഞാൻ. അതിനെക്കുറിച്ച് എനിക്ക് നമ്മളിപ്പം വാർത്തകളിലൊക്കെ കഞ്ചാവ്, മയക്കുമരുന്ന് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും പിന്നെ എൻ്റെ പപ്പ ഇങ്ങനെ മദ്യപിക്കും. അപ്പം അതിനെക്കുറിച്ച് പപ്പ കുപ്പിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അതിൻ്റെയൊക്കെ പേരുകൾ ഇങ്ങനെ കാര്യങ്ങൾ അറിയാം. അല്ലാണ്ട് ഈ കഞ്ചാവെന്നോ മയക്കുമരുന്നോ അയ്യോ. അപ്പം ഇങ്ങനെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യം ഇങ്ങനെ ആൾക്കാരിങ്ങനെ പറഞ്ഞു നടക്കുന്നേ, ഇതെങ്ങനെ ഇങ്ങനെ എന്ത് കാരണമെന്ന് വിചാരിച്ചിട്ട് വളരെ വിഷമിപ്പിച്ചിട്ടുണ്ട് ഞാൻ. എൻ്റെ പപ്പ പറയുന്നത് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നമ്മളെ വീട്ടിലിങ്ങനെ എല്ലാവരും കൂടെ ഇതിനെക്കുറിച്ച് സംസാരിച്ച് എന്തിനെങ്ങനെ ആൾക്കാർ ഇല്ലാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഞാനും അമ്മയും പപ്പയുമായിട്ട് ഹസ്ബൻഡൊക്കെ ഇങ്ങനെ സംസാരിച്ച് പരസ്പരം. അപ്പോഴത്തേക്കാണ് പപ്പ ഇങ്ങനെ പറഞ്ഞത്, ഈ നാട്ടിലുള്ളവർ, അതായത് ഞാനിങ്ങനെ നടക്കാൻ പറ്റാതെ ആയപ്പോഴത്തേക്ക് പപ്പ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക്, റോഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ നാട്ടിലുള്ള ചിലരൊക്കെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പപ്പയോട് ചോദിക്കാറുണ്ട്, എന്നിട്ട് മോൾക്ക് എന്താ പറ്റി ഇങ്ങനെ പ്രസവത്തിൽ ഇങ്ങനെ നടക്കാൻ പറ്റാതെ ആയത്, അതെങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ പപ്പ അവരോട് പറയും, അത് ഡോക്ടർ മയക്കുമരുന്ന് കുത്തിവെച്ച് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് മയക്കുമരുന്ന് കുത്തിവെച്ചു ഡോക്ടർ, അതുകൊണ്ടായിരിക്കും നടക്കാൻ പറ്റാതായത്, അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അതായത് ഈ സിസേറിന് അനസ്തേഷ്യ തരുമല്ലോ ഇങ്ങനെ ഓപ്പറേഷന് മുമ്പായിട്ട്. ഈ എനിക്ക് നട്ടെല്ലിലാണ് ഇങ്ങനെ ബോഡി വളച്ച് വെച്ചിട്ട് നട്ടെല്ലിങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്യുമല്ലോ മരവിപ്പിക്കുന്നത്. അപ്പോൾ അതിന് അനസ്തേഷ്യ എന്നല്ലേ പറയുന്നത്. പക്ഷേ പപ്പ ഇങ്ങനെ അവരൊക്കെ പഴയ ആൾക്കാരല്ലേ, അധികം വിദ്യാഭ്യാസമൊന്നുമില്ല അങ്ങനെ. അപ്പോൾ പപ്പയ്ക്ക് ഇങ്ങനെ അനസ്തേഷ്യ എന്ന് പറയാൻ പപ്പയ്ക്ക് അറിയില്ല. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാനായി മയക്കുമരുന്നാണല്ലോ, ഈ മയക്കാനുള്ള ഈ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ വേദനയും കാര്യങ്ങളും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മയങ്ങാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണല്ലോ അവർ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പപ്പ ഇങ്ങനെ ഡോക്ടർ മയക്കുമരുന്ന് പിന്നെ ഈ ഓപ്പറേഷന് മുമ്പായിട്ട് പ്രസവത്തിന് മുമ്പായിട്ട് ഇങ്ങനെ മയക്കുമരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്തു കുത്തിവെച്ചു, അപ്പോൾ അതിൻ്റെ പ്രശ്നമായിരിക്കാം എന്നിങ്ങനെ പപ്പ ആൾക്കാരോട് പറയുമായിരുന്നേ. ഈ ഡോക്ടർ, ഓപ്പറേഷൻ എന്നീ വാക്കുകളൊക്കെ ഈ കേട്ട ആൾക്കാരിൽ എല്ലാവരും എന്ന് പറയുന്നില്ല, ഏതോ ഒരു കൃമി എല്ലാം സൗകര്യപൂർവ്വം അങ്ങ് കളഞ്ഞു. എന്നിട്ട് ഈ മയക്കുമരുന്ന് എന്നുള്ള ഒരു വേർഡ് മാത്രം അങ്ങ് അവർ സൗകര്യപൂർവ്വം അങ്ങ് എടുത്തു. എന്നിട്ട് ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു, അതുകൊണ്ടാണ് പ്രസവ സമയത്ത് ശരീരത്തിൽ ഇങ്ങനെ പ്രശ്നമായി നടക്കാൻ പറ്റാതായി, ഞാൻ സ്ഥിരമായി ഒരുപാട് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുമായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ശരീരത്തെ അത് ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ പ്രസവ സമയത്ത് പ്രതികൂലമായി ബാധിച്ചത് എന്ന രീതിയിൽ അതിനെ മാറ്റിയിട്ട് ഈ ന്യൂസ് ഇങ്ങനെ മറ്റുള്ള ആൾക്കാരിലൂടെ ഇങ്ങനെ പറഞ്ഞ് എല്ലാ നാട് മൊത്തം ഇങ്ങനെ കാരണം ഈ നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്, എല്ലായിടത്തും അങ്ങനെയാണെന്ന് അറിയില്ല. നല്ല കാര്യങ്ങൾ
ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല. പിന്നെ അത് ഇപ്പോൾ ഒരു നല്ല കാര്യങ്ങൾ 10 പേരറിയുന്ന സമയത്ത് ഈ പിന്നെ കൊനഷ്ട് കാര്യങ്ങൾ 1000 പേരറിയും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ. എന്തായാലും ആദ്യമായി ഇങ്ങനെ യഥാർത്ഥ കാര്യം വളച്ചൊടിച്ച ആളിനെ ദൈവം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എനിക്ക് അതാരാണെന്ന് അറിയില്ല. എങ്കിലും ആ പപ്പ ഇങ്ങനെ ഇത് ഓപ്പറേഷന് വേണ്ടിയിട്ട് സിസേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ മയക്കുമരുന്ന് കുത്തിവെച്ചു. അപ്പോൾ ആ നീഡിൽ നട്ടിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കാം എന്ന് പണ്ടിങ്ങനെ പറഞ്ഞതിനെ അവർ ഈ നാട്ടുകാർ എന്തായാലും അത് കേട്ട ആദ്യം ഇങ്ങനെ ഇല്ലാ കഥ പറഞ്ഞ് ഇത് വളച്ചൊടിച്ച ആളുണ്ടല്ലോ, ഞാൻ മയക്കുമരുന്ന്, അതിന് പകരം ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചെന്നും ആദ്യമായിട്ട് ഈ കഥ ഉണ്ടാക്കിയ ആളുണ്ടല്ലോ, ആ ആളിനെ എനിക്കറിയില്ലായിരിക്കും. പക്ഷേ ചിലരൊക്കെ ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പോട്ടെ. എന്തായാലും ഇങ്ങനെ ഒരു കുറച്ച് പേരൊക്കെ ഞാൻ പിന്നീട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ അറിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ആരാ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ അതിൻ്റെ തുടക്ക സമയത്തുള്ള ആൾക്കാർ ഇന്ന ആൾക്കാർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പോട്ടെ, അതിൽ ആദ്യം ആരാണ് ഈ എല്ലാ കഥ പറഞ്ഞുണ്ടാക്കിയത് എന്തായാലും ദൈവത്തിനറിയാമല്ലോ. അപ്പോൾ അവരെ ആ കാര്യമൊക്കെ ദൈവം നോക്കിക്കോളും അല്ലേ. അപ്പോൾ എന്താ പറയുക അല്ലാണ്ട്. എന്തായാലും ചാലക്കുടിയിലെ ഷീല സണ്ണി എന്ന ചേച്ചിയുടെ വേദനിപ്പിക്കുന്ന കഥ കേട്ടപ്പോൾ കുറച്ച് വർഷം മുമ്പ് എനിക്കും മനസ്സിന് തോന്നിയ വളരെ വേദനിപ്പിക്കുന്ന ഈ ഒരു കാര്യം കൂട്ടുകാരുടെ ഒന്ന് പങ്കുവയ്ക്കണമെന്ന് വിചാരിച്ചു കൂട്ടുകാരെ. അല്ലെങ്കിലും 99% കാര്യങ്ങളും എന്നെക്കുറിച്ച് ഇല്ലാ കഥകളാണ് ഓരോരുത്തരും ഇങ്ങനെ ഓരോ സമയത്ത് പ്രചരിപ്പിച്ചിട്ടുള്ളതേ. ഒരുപാട് വിഷമം തോന്നാറുണ്ട് ഇതൊക്കെ പിന്നെ അറിയുമ്പോഴത്തേക്ക്. പിന്നെ ഞാൻ സ്വയം സമാധാനിക്കും. ഈ പറയുന്നവർക്കും മക്കളും കുടുംബവും ഉണ്ടല്ലോ, എന്നെ മോശം പറഞ്ഞിട്ട് അവരുടെ മുഖത്താണല്ലോ പോയി നോക്കുന്നത്. അതെല്ലാം ദൈവം നോക്കിക്കോളും. ഈയിടെ എൻ്റെ ഒരു നാട്ടുകാരത്തി പറഞ്ഞതുപോലെ എൻ്റെ ഭർത്താവ് സുഖമില്ലാതെ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി പോലും. ഈശോയെ. അപ്പോൾ ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ഇവിടെ ഞങ്ങൾ ചേട്ടന് സുഖമില്ലാണ്ടാവുന്നതിന് മുമ്പ് ചേട്ടൻ്റെ വസ്തുക്കളും എൻ്റെ ആഭരണവും ഒക്കെ വിറ്റ് പറക്കിയാണ് ഞങ്ങളൊരു 10 സെൻറ്റ് വീടും സ്ഥലവും വാങ്ങിച്ചത്. ആ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡ് അടിച്ചിറക്കി എന്ന് പറഞ്ഞാൽ ഈശോയെ, അവരെന്തായാലും ആ പറഞ്ഞവളെ കുടുംബത്തെയും യേശു ദൈവം കാത്തോട്ടെ. ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഈശോ എന്ന് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ. ഓക്കെ, കർത്താവ് കാത്തോട്ടെ. ഇല്ലാത്ത കാര്യം പറയുന്നവരെല്ലാവരും കർത്താവ് നോക്കിക്കോട്ടെ. എന്താ പറയുക അല്ലേ. അല്ലാതെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് എൻ്റെ അമ്മയെ റോഡിൽ പിടിച്ച് ചേർത്തി പബ്ലിക്കായിട്ട് ഇങ്ങനെ വേണ്ടാതീനം പറഞ്ഞതേ അവർ. അതാണ് ഞാൻ അത്രയും വിഷമവും ഡിപ്രഷനും ഉണ്ടായപ്പോഴാണ് ഞാൻ അവരെ വിളിച്ച് ചീത്ത പറഞ്ഞത്, ഫോണിൽ വിളിച്ച്. ഓക്കെ, എന്തായാലും ദൈവം എല്ലാം കാണുന്നുണ്ട്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ എന്നോടൊപ്പം ഉള്ള എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു, പിന്നെ ഒരാഴ്ചയായിട്ട് കിടപ്പാണ്, ട്രീറ്റ്മെൻറ്റാണ്. എന്തായാലും അത് ഭേദമായി വരുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന തല പൊക്കി വെച്ചിട്ടാണ് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നതേ കൂട്ടുകാരെ. മുമ്പത്തെ പോലെ ഇരുന്നിട്ട് കൂട്ടുകാരോട് ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് ദിവസം കൂടെ ക്ഷമിക്കുക. അപ്പോൾ പിന്നെ അതാണ് ഞാൻ അന്ന് ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു 5-6 ഇങ്ങനെ വീഡിയോ ചെറുതായിട്ട് ഷോർട്ടായിട്ടൊക്കെ എടുത്ത് വെച്ചതാണ് നിങ്ങൾ മുമ്പേ ഇങ്ങനെ കിളിച്ചോണ്ടിരിക്കുന്ന വീഡിയോ ഫസ്റ്റ് ഇടുന്നത്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റുകൾ ഇടണേ, ഞങ്ങളോടൊപ്പം ഉണ്ടാവണേ. ഓക്കെ കൂട്ടുകാരെ, ബൈ.